നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായിട്ടൊരു അവലോകന യോഗം പോലെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ യുദ്ധസമാനമായൊരു സാഹചര്യം ചിലപ്പോൾ ഭാരതത്തിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഉണ്ടായേക്കാം, ഉരുത്തിരിഞ്ഞേക്കാം. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരെല്ലാം ജാഗ്രത പാലിക്കണം, അതിന് തയ്യാറായിരിക്കണം, ഒപ്പം സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളെയും ഒരുക്കി നിർത്തണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുവാനും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുവാനും അതിന് തയ്യാറായിരിക്കുവാൻ അവരെ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ തന്നെ പറഞ്ഞു വയ്ക്കുവാനും ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിന് മുൻപ് പലരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മോദി ഒരു അവലോകന യോഗം നടത്തിയിരുന്നു. അതിന് ഈ മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ഇതെല്ലാം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാമെന്ന് നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരോട് പറഞ്ഞപ്പോൾ ഉടനെ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, കോവിഡിൻ്റെ സമയത്തുള്ളത് പോലെ. എന്നാൽ അങ്ങനെയല്ല എന്ന് കേന്ദ്രമന്ത്രിസഭയിലെ പല മന്ത്രിമാരും കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ അല്ല എല്ലാത്തിനും പരിഹാരം, ഇത് ലോക്ക്ഡൗണിലേക്ക് പോകുവാനുള്ളൊരു സാഹചര്യം തൽക്കാലത്തേക്കില്ല. ഉടനെ തന്നെ ഇതിനൊരു ലോക്ക്ഡൗൺ പരിഹാരം കൊണ്ടുവന്ന് ഈ ഇല്ലാത്ത LPG ക്ഷാമത്തിനെ പെരുപ്പിച്ച് കാട്ടുവാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല. LPG ക്ഷാമം പരിഹരിക്കുവാനുള്ള മറ്റു വഴികൾ തേടുന്നുണ്ട്. എന്നിരുന്നാലും യുദ്ധസമാനമായൊരു സാഹചര്യം ഉണ്ടായേക്കാമെന്നുള്ളൊരു മുന്നറിയിപ്പ് പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക്, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ട് കൊടുത്തു എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ സംഭവിച്ച് കടന്നു പോകാറുണ്ട്. നമ്മുടെയൊക്കെ ഒരു സ്മൃതി എന്ന് പറയുന്നത് ഒരു മാത്രയിൽ സ്മൃതി ഭ്രംശം സംഭവിക്കാവുന്ന ഓർമ്മകളാണ് നമുക്കെല്ലാവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലൂടെ ദൈനംദിനമെന്നോണം കടന്നു പോകുന്ന വാർത്തകൾ നാം പെട്ടെന്ന് തന്നെ മറന്നുപോകും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവ തമ്മിൽ എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുവാനുള്ളൊരു ശേഷി പോലും നമുക്ക് ഇക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിലുമൊക്കെയുള്ള ഒരു മാത്ര നേരത്തേക്കുള്ള ഒരു സന്തോഷവും വിനോദവും മാത്രമാണ് നമുക്ക് വാർത്തകൾ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പരസ്പര ബന്ധം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച പല കാര്യങ്ങളുടെയും ഒരു പരസ്പര ബന്ധം ആലോചിച്ച് പ്രധാനമന്ത്രിയുടെ ഈ മുന്നറിയിപ്പുമായി അതിനെ കൂട്ടിയോജിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. എന്താണ് ആ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സാഹചര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിലൂടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടന്നുപോയ ചില വാർത്തകൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഏറ്റവും അടുത്ത ദിവസത്തിലുണ്ടായത്, അതായത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നിന്ന് ഒരു വൻ ആയുധശേഖരം പോലീസ് പിടികൂടിയിരുന്നു. തത്വമയി ന്യൂസിൽ കുമാർജി വളരെ വിശദമായി തന്നെ അത് സംബന്ധിച്ചൊരു വാർത്ത ചെയ്തിരുന്നു. പ്രേക്ഷകരത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഒരല്പം പിന്നോക്കം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും പാലക്കാട് നിന്നും ജലാറ്റിൻ സ്റ്റിക്കും ഡെറ്റനേറ്ററുകളും ഉൾപ്പെടെ വൻ സ്ഫോടക ശേഖരങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ പിടിക്കപ്പെട്ടു. അത് പാലക്കാട് നിന്ന് പിടിക്കപ്പെട്ടതിൻ്റെ ഉടമയുടെ പേര് ഇതുവരെ പോലീസുകാർ പുറത്തുവിട്ടിട്ടില്ല. പാലക്കാട് നിന്ന് പിടിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളുടെ ഉടമ, അതായത് കരിങ്കൽ ക്വാറികളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ എന്നാണ് ഉടമകൾ പറയുന്നത്, ലോറിയുടെ ഉടമകൾ പറയുന്നത്. പാലക്കാട് നിന്ന് പിടിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളുടെ ഉടമ അല്ലെങ്കിൽ ലോറിയുടെ ഉടമ ഒരു മുസ്ലിം യുവതിയായിരുന്നു. ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈദരാബാദിൽ LPG സിലിണ്ടറുകൾ അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു ജനക്കൂട്ടം ഒരു ശ്രമം നടത്തി. ഞാൻ പറഞ്ഞതുപോലെ ഈ വാർത്തകളെല്ലാം തമ്മിൽ പരസ്പരം എന്താണ് ബന്ധമെന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല, എന്നാലും ഒന്ന് ക്ഷമയോടെ കേൾക്കുക. LPG സിലിണ്ടറുകൾ കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം ജനക്കൂട്ടം നടത്തി. ജനക്കൂട്ടമല്ല, ഒരു ആസൂത്രിതമായി തന്നെ അവിടെ എത്തിയ ഒരു അക്രമി സംഘം. പോലീസ് അവരെ കൃത്യസമയത്ത് തന്നെ പോലീസിൻ്റെ ഇടപെടലിലൂടെ അവരെ അടിച്ചൊതുക്കുകയും അടിച്ചോടിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതെങ്കിലും ഒരു സാഹചര്യം മുതലെടുത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ കുറേ കാലമായി തന്നെ തുടർന്നു വരുന്നുണ്ട്. അതിനൊരു ഏറ്റവും നല്ല അവസരമായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നത് ഈ LPG ക്ഷാമം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും. അത് ഈ വാണിജ്യപരമായിട്ടുള്ള LPG സിലിണ്ടറുകളുടെ ക്ഷാമം മാത്രമല്ല, താൽക്കാലികമായിട്ടുള്ളൊരു ലഭ്യത കുറവ്, ക്ഷാമമെന്നും ഞാൻ പറയുന്നില്ല. മുൻ ദിനങ്ങളിൽ, അതായത് ഈ ഇറാൻ്റെ മേൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇന്ന് ബുക്ക് ചെയ്താൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടിക്കൊണ്ടിരുന്ന വാണിജ്യ സിലിണ്ടറുകൾ ഇന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു
ലഭ്യത കുറവ് ഭാരതത്തിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ലഭ്യത കുറവല്ല ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. ഗാർഹികമായിട്ടുള്ള LPG സിലിണ്ടറുകൾക്ക് ഒരു വൻ ക്ഷാമം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുകയും ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. അതിനിടയിൽ കലാപങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു അവസരം, സുവർണാവസരം നിലനിൽക്കുന്നു ഭാരതത്തിലുടനീളം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇവരുടെ എല്ലാം മനസ്സിൽ. ഇവർ എന്ന് ഞാൻ പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജെൻസി കലാപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന വ്യാജ ഗാന്ധി കുടുംബത്തിലെ യുവരാജാവ് ഉൾപ്പെടെ, അല്ലെങ്കിൽ യുവരാജാവ് തുടങ്ങി കേരളത്തിൽ നരേന്ദ്രമോദിയെ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് വേദിയെ മൈക്ക് കിട്ടിയാൽ മൈക്ക് വിഴുങ്ങുന്നതിനോടൊപ്പം തന്നെ വിളിച്ചു പറയുന്ന സാധാരണ സമാധാന പ്രേമിയായിട്ടുള്ള നേതാവ് വരെ ഉള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുകയും അതിൻ്റെ ഇടയിൽ കൂടി ഈ കലാപങ്ങൾ ഉണ്ടാക്കി ഭാരതത്തിൻ്റെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കി ഭാരതത്തിൽ മൊത്തം ഒരു അശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാമെന്നായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഭാരത സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ ഈ ഒരു ക്ഷാമമുണ്ടാകാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അവർ നിരാശരായി. എന്നിരുന്നാലും ഇപ്പോഴും ഇവർ ഈ കലാപങ്ങൾക്ക് വേണ്ടി കാലങ്ങളായി സംഭരിച്ചു വെച്ച ആയുധശേഷിയും സാമ്പത്തിക ശേഷി ഇപ്പോൾ പഴയ പോലെ ഇല്ല. കാരണം പലതരത്തിലും കേന്ദ്ര സർക്കാർ അതിനെ തടയിട്ടിട്ടുണ്ട്. ദുരന്തർ സിനിമയൊന്ന് കാണുക, ദുരന്തർ 2, അതിൽ തന്നെ ആ തടയിടലിൻ്റെ പല രീതികളും കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പല രീതിയിലും തടയിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക സഹായം ഇവർക്കെല്ലാം പലരും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളായി ഇവർ സംഭരിച്ചു വെച്ചിരുന്ന ഒരു ആയുധശേഷി, സാമ്പത്തിക ശേഷി, ഇവയെല്ലാം കൊണ്ട് ഈ ഒരു കലാപത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്ന് LPG സിലിണ്ടറിൻ്റെ പേരിലുള്ള ഒരു കലാപത്തിൻ്റെ അവസരം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ പെട്രോളിയത്തിൻ്റെ പേരിൽ വന്നേക്കാം. പെട്രോളിന് 1 രൂപ വില കൂടി എന്ന് പറഞ്ഞ് അതിലൊന്നും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയില്ല. പക്ഷേ അവസരങ്ങൾ ദൈനംദിനം എന്നവണ്ണം, നിത്യേന എന്നവണ്ണം തേടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആ ഒരു അവസരങ്ങൾ അവർക്ക് നൽകാതിരിക്കുവാൻ പെടാപ്പാട് പെടുകയാണ് ഭാരത സർക്കാർ. അത് പറയാതെ നിവൃത്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സിനിമകളിലൊക്കെ, അതും വീണ്ടും ദുരന്തറിനെ ഒന്ന് കോട്ട് ചെയ്യുകയാണ്, ക്ഷമിക്കണം, ഒരു പരസ്യമായിട്ട് തന്നെ കണ്ടോളൂ, കണ്ടാലും വിരോധമില്ല. ദുരന്തറിൽ പറയുന്നത് പോലെ ഭാരതത്തിലെ അന്വേഷണ ഏജൻസികൾക്കും ഭാരത സർക്കാരിനും ഈ ഭീകരവാദികൾക്കെതിരെ എല്ലാ തവണയും ജയിക്കണം. ആ ഭീകരവാദികൾക്ക് ഒരു ദീർഘകാലത്തേക്കുള്ള കുഴപ്പം സൃഷ്ടിക്കുവാൻ ഒറ്റത്തവണ ജയിച്ചാൽ മതി. അതാണ് നിരന്തരമായൊരു പ്രക്രിയയാണ് കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെയോ നമ്മുടെ പോലീസ് സംവിധാനങ്ങളെയോ സംബന്ധിച്ച് ഇവർക്കെതിരെയുള്ള പോരാട്ടം. ഈ ഭീകരവാദികൾ ഇന്ന് വരുന്നവനല്ല നാളെ വരുന്നത്. ലഷ്കർ-എ തൈബ ആയിരിക്കില്ല നാളെ ഒരു ഭീകരവാദ പ്രവർത്തനവുമായി ഭാരതത്തിലേക്ക് വരുന്ന ജെയ്ഷെ മുഹമ്മദ്. പക്ഷേ ഇവർ തമ്മിലെല്ലാം ബന്ധമുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ വാർത്ത, ബാലരാമപുരത്തെ ആയുധശേഖരവും പാലക്കാടെയും മലപ്പുറത്തെയും സ്ഫോടന ശേഖരവും തമ്മിൽ ബന്ധമുണ്ടായേക്കാം എന്നതുപോലെ ഇതിൽ സംശയം മാത്രമേ ഉള്ളൂ. ലഷ്കർ-എ തൈബയും ജെയ്ഷെ മുഹമ്മദും PDPയും SDP-യും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. UP-യിലെ ആത്തിഖ് അഹമ്മദും ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ട്. ഇവരെല്ലാം തമ്മിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ് ഭാരതത്തിൽ നടത്തുന്നതെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ പറഞ്ഞ ആയുധശേഖരങ്ങളും സ്ഫോടക വസ്തുക്കളുമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഉള്ള ബന്ധം പൂർണ്ണമായിട്ടും അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നതുവരെ ബന്ധമുണ്ടായേക്കാം എന്നുള്ളൊരു സംശയത്തിൻ്റെ ഒരു സൂചന നൽകി മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ, നിയമപരമായിട്ടുള്ള കാരണങ്ങളാൽ, ഫോർ ലീഗൽ റീസൺസ്. എന്നിരുന്നാലും ഭാരത സർക്കാരും അന്വേഷണ ഏജൻസികളും നമ്മുടെ പോലീസ് സംവിധാനങ്ങളും മാത്രമല്ല ജാഗ്രത പാലിക്കേണ്ടത്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ജാഗ്രത പാലിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. എങ്ങനെയാണ് ആ ജാഗ്രത പാലിക്കുക? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചാരുകസേരയിൽ കിടന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അജിത് ഡോവലിനും തന്ത്രങ്ങൾ ഉപദേശിക്കുക അല്ല ഇതിൻ്റെ ഒരു പരിഹാരം. മറിച്ച് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് നിയമ സംവിധാനങ്ങളെ അറിയിക്കുക. അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നാട്ടിലുള്ളവർ തന്നെ ആയിരിക്കണമെന്നില്ല. ഒരു ഉദാഹരണം, അയാം ശവം എന്നൊരു ടെക് ബ്ലോഗറുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ എന്ത് പോക്രിത്തരമാണ് ഇവർ കാണിക്കുന്നത്. ഒരു പക്ഷത്തെ മാത്രം വിമർശിച്ച് ആ ഉള്ളിലുള്ളൊരു നീലക്കുറുക്കൻ പുറത്ത് ചാടിയൊരു കൂവലുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ദുബായിലിരുന്നായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം ഈ വികാരപരമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ദുബായ് അധികൃതരെ അറിയിക്കുക. UAE-യിലൊക്കെ പ്രത്യേകിച്ച് ഇത്തരത്തിൽ
സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വീഡിയോകൾ വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നിങ്ങൾ ഗ്രോക്കിനെ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. അവർ തൂത്ത് വാരിയെടുത്ത് അകത്തിട്ടോളും. കുറേ കാലം അകത്ത് കിടന്ന് ദുബായിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ജയിലിൽ കിടന്ന് ചുരുളൻ മുടിയൊക്കെ നിവർന്ന് പുറത്തു വരുമ്പോൾ ശവം നല്ല തങ്ക കമ്പിയായിരിക്കും. നമ്മുടെ ശാന്തിവിള ദിനേശൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തങ്ക കമ്പിയായിട്ട് പുറത്തിറങ്ങും. ശാന്തിവിള ദിനേശൻ ഷെയ്ൻ നിഗമിനെ പറഞ്ഞതുപോലെ തങ്ക കമ്പി ആയി എന്ന് പറഞ്ഞിട്ട് ചെമ്പ് കമ്പി ആയതുപോലല്ല, നല്ല ഒറിജിനൽ തങ്ക കമ്പിയായിട്ട് ശവം പുറത്തിറങ്ങും. അത്തരത്തിലുള്ള ഒരു രാജ്യസേവന പ്രവർത്തികൾ. നിങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ല, അധ്വാനവുമില്ല. ചാരുകസേരയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുക പോലും വേണ്ട. അങ്ങോട്ട് മലർന്ന് കിടന്നിട്ട് ഗ്രോക്കിലേക്ക് ഈ ലിങ്ക് ഒന്ന് എടുത്ത് കൊടുത്തിട്ട് ഗ്രോക്ക് പ്ലീസ് ട്രാൻസ്ലേറ്റ് ദിസ് കണ്ടന്റ് ടു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഇതാണ് കണ്ടന്റ് ദുബായ് പോലീസേ എന്ന് പറഞ്ഞ് ദുബായ് പോലീസിൻ്റെ ഇമെയിൽ ഐ ഡി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ ജാഗ്രത എങ്ങനെ നമ്മൾ പാലിക്കണമെന്നുള്ളത്. അതേപോലെ പ്രാദേശികമായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ NIA അറിയിക്കുക, അന്വേഷണ ഏജൻസികളെ അറിയിക്കുക, കേരള പോലീസിനെയും അറിയിച്ചോളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലായതുകൊണ്ട് കുറച്ചും കൂടി ക്രിയാത്മകമായി അവർക്ക് പ്രവർത്തിക്കേണ്ടി വരും. അവരെ തടയുവാനുള്ള ഏഭ്യന്തരന്മാർ മുകളിൽ ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യുക. ഞാൻ ചെയ്യാറുണ്ട്, നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കഴിയുന്നതും ചെയ്യാറുണ്ട്. ഞാനും പറഞ്ഞല്ലോ, ഞാൻ ഒരു ഉന്നതമായ സ്ഥാനത്തിരുന്ന് നിങ്ങളെയൊക്കെ ഇങ്ങനെ താഴേക്ക് നോക്കി പുച്ഛിക്കുകയല്ല. ഞാനും ഈ ചാരുകസേരയിൽ കിടക്കുന്നതിൽ ഒട്ടും മോശമായിട്ടുള്ളൊരു വ്യക്തിയല്ല. ഞാനും ഒരു ചാരുകസേര പോരാളി തന്നെയാണ്. പക്ഷെ കഴിയുന്നിടത്തോളം ഈ സമീപകാലത്ത് നിവൃത്തികേടുകൾ കൊണ്ട്, അതായത് നമ്മുടെ രാജ്യം പോകുന്നൊരവസ്ഥ കണ്ട് 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 കണ്ണ് മഞ്ഞളിച്ച് കണ്ണ് ഇനി കുരുടനായി പോകുമെന്നുള്ളൊരു ഭയം കൊണ്ട് ഇടയ്ക്കൊക്കെ ചാരുകസേരയിൽ നിന്ന് ഞാനൊന്ന് അനങ്ങാറുണ്ട്. നിങ്ങളും അനങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം രാജ്യത്തെ പൗരന്മാർ ജാഗരൂകരായിരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഭാരതം കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും 2026 ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ, 2026 ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ അത്ര സമാധാനപരമായിരിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങളുടെ പരിണാമ ഫലങ്ങൾ ഓരോ ദിവസവും നമ്മുടെ പടിവാതിൽക്കലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തെ മുതലെടുത്ത് നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ നമ്മുടെ രാജ്യത്ത് താമസിച്ച് എൻ്റെയും നിങ്ങളുടെയും പണം മുടക്കിയ അന്നം ഭക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിക്കുന്ന, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം വിധ്വംസക ശക്തികളെ, ഈ ക്ഷുദ്രജീവികളെ അനുവദിക്കാതിരിക്കുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് സാധ്യമായൊരു ജാഗ്രത നാം പാലിച്ചേ പറ്റൂ. അതൊരു പൗരൻ്റെ കടമയാണ്. അല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾക്ക് നാമും ഉത്തരവാദികളായിരിക്കും. എന്തായാലും ജാഗ്രത പാലിക്കുക, സമാധാനമായിരിക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി. വീണ്ടും കാണാം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.